നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം കേൾക്കുന്ന ഒരു വാക്കാണ് വഖഫ് ബോർഡ് എന്ന വിഷയം. ഇത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം വിഷയമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ഈ വഖഫ് നിയമം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടുത്തി പോലെ ദുരന്തമാകാൻ പോകുന്നതാണ് എന്ന സത്യം ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടുമില്ല. ഇത് ഞങ്ങളെയൊന്നും ബാധിക്കില്ല എന്ന തരത്തിലാണ് പല ആളുകളും. എന്നാൽ ഇന്ന് ഞാൻ നാളെ നീ എന്ന അവസ്ഥയാണ് വഖഫ് നിയമത്തിന്റെ കാര്യത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നത്. എന്തുകൊണ്ട് വഖഫ് നിയമം എതിർക്കപ്പെടണം? കേരളത്തിൽ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും ഈ നിയമം എന്താണെന്നോ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നോ അറിയാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത് തന്നെ. വഖഫ് എന്ന വാക്കിനെ കുറിച്ചോ അതിന്റെ മതപരമായ വ്യാഖ്യാനത്തിലേക്കൊന്നും തൽക്കാലം ഞാൻ കടക്കുന്നില്ല. മറിച്ച് വളരെ ലളിതമായി ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആയുഷ്കാലം കൊണ്ട് വിയർപ്പൊഴുക്കി നേടിയ ഭൂമിയും വീടുമല്ല ഒരു ദിവസം രാവിലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡ് വന്ന് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്നറിയുമോ? ആ നിമിഷം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭൂമിയിൽ ഒരു അധികാരവും ഇല്ലാതെയാകും എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ആ ഭൂമി നഷ്ടമാകും. അതിപ്പോ നിങ്ങളുടെ പൂർവികരായിട്ട് നിങ്ങൾക്ക് നൽകിയ ഭൂമി ആയാൽ പോലും, ആ ഭൂമി ഇന്ത്യയിൽ എവിടെയായാൽ പോലും ഒന്നും പറയാതെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം. ഒരു രൂപ പോലും നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ പരമോന്നത കോടതിക്ക് പോലും നിങ്ങളെ രക്ഷിക്കാനുമാകില്ല. അധികമാർക്കും അറിയാത്ത ഇന്ത്യയിലെ വഖഫ് നിയമത്തിന്റെ ലളിതമായ ഉദാഹരണം ഇതാണ്. അതായത് ഇന്ത്യയുടെ ഏത് കോണിലായാലും നിങ്ങൾ താമസിക്കുന്ന ഭൂമി 100 വർഷങ്ങൾക്കോ 500 വർഷങ്ങൾക്കോ മുമ്പ് മുസ്ലിങ്ങളുടെ ഭൂമി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വഖഫ് ബോർഡിന് വെറും ഒരു തോന്നൽ ഉണ്ടായാൽ മാത്രം മതി അവർക്കത് വഖഫായി ഏറ്റെടുക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിയമം അനുസരിച്ച് നിങ്ങളുടെ പേരിൽ തീറായി ഇന്ത്യയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഭൂമി വഖഫിന്റെ ഈ അവകാശവാദത്തോടെ നിങ്ങളുടെ തീരാധാരത്തിന് ഒരു കടലാസിന്റെ വില പോലും ഇല്ലാതെയാകുമെന്നതാണ് ഈ നിയമത്തിന്റെ മറ്റൊരു വിരോധാഭാസം. ഞാനും നിങ്ങളുമെല്ലാം നിയമപരമായി സ്വന്തമാക്കിയ ഭൂമിയിൽ 100-200 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആരാണ് താമസിച്ചിരുന്നത് എന്നുപോലും നോക്കാതെയാണ് ആ ഭൂമി വാങ്ങിയത്, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നമ്മൾ താമസിച്ചു വരുന്നതും. അവിടെ നമ്മുടെ മുസ്ലിം ബോർഡായ വഖഫിന് തങ്ങളുടെ പൂർവികർ ഇവിടെ താമസിച്ചിരുന്നു എന്ന്, അല്ലെങ്കിൽ അവർ ഈ ഭൂമി വഖഫായി നൽകിയിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ, അതോടെ ആ ഭൂമി അവരുടേതാകും. പിന്നീട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി നമ്മുടെ സ്വന്തമാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. അതും നമ്മൾ പോകേണ്ടത് വഖഫിന്റെ ട്രൈബ്യൂണലിലാണ് എന്നതാണ് മറ്റൊരു തമാശ. രാജ്യത്തെ പരമോന്നത കോടതിക്ക് പോലും നമ്മളെ സഹായിക്കാൻ ഈ കാര്യത്തിൽ പരിമിതിയുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കണ്? കേൾക്കുമ്പോൾ വലിയ ആശ്ചര്യം തോന്നുന്നുണ്ടല്ലേ? ഇങ്ങനെയെല്ലാം നടക്കാൻ ഇതെന്താ വെള്ളരിക്കപ്പട്ടണമാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നു പോകുന്നുണ്ടാകും. എന്നാൽ ഇത് നമ്മുടെ മതേതര ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. ഇനിയും സംശയമുള്ളവർക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ 1995 വഖഫ് ആക്ട് സെക്ഷൻ 40 വായിച്ചു നോക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്, അല്ലെങ്കിൽ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ട് പ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ സ്വത്ത് വഖഫ് ബോർഡിൻ്റെതാണെന്ന് ബോർഡിന് ബോധ്യമായാൽ, അതല്ലെങ്കിൽ അതിനുള്ള കാരണമുണ്ടെന്ന് തോന്നിയാൽ പിന്നീട് അത് വഖഫ് സ്വത്താണ്. നിയമപ്രകാരം ബോർഡിന് മേൽപ്പറഞ്ഞ സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം നടത്താം. അന്വേഷണത്തിൽ സ്വത്ത് വഖഫ് ബോർഡിൻ്റെതാണെന്ന് ബോധ്യമായാൽ ട്രസ്റ്റിനെയോ സൊസൈറ്റിയെയോ വിളിക്കുകയോ, അല്ലെങ്കിൽ ഈ നിയമത്തിന് കീഴിൽ ഈ സ്വത്ത് വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്യുവാനും ഈ നിയമം അനുവദിക്കുന്നു. ഇതാണ് 1995 വഖഫ് ആക്ടിലെ സെക്ഷൻ 40 പറയുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഭാരതത്തിൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേക്കും സൈന്യത്തിനും ശേഷം ഏറ്റവും കൂടുതൽ ഭൂമി വഖഫ് കൈവശമാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ സമാധാനമായി കിടന്നുറങ്ങുന്ന നിങ്ങളുടെ വീടും ഭൂമിയും നാളെ വഖഫ് കൊണ്ടുപോകില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഇതുപോലെ ഏറ്റെടുത്താൽ നാളെ ഇന്ത്യ മുഴുവൻ വഖഫായി മാറ്റാൻ അധികം നാളൊന്നും വേണ്ട. 2040 ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞതിന്റെ രഹസ്യം ഇപ്പോഴാണ് മനസ്സിലായത്.
നമ്മുടെ ഭരണഘടനയും പരമോന്നത കോടതിയുമെല്ലാം നോക്കി നിൽക്കെ അവർ അത് ചെയ്യും. ഇതിനുദാഹരണമായി നമ്മുടെ കേരളത്തിലെ മുനമ്പം തീരത്തുള്ള ഒരു ക്രൈസ്തവ ദേവാലയവും 600 വീടുകളും അടങ്ങുന്ന 117 ഏക്കർ ഭൂമി അവർ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ക്രൈസ്തവ ദേവാലയ അടക്കം 600 കുടുംബങ്ങൾ ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു ലോൺ എടുക്കാനോ സാമ്പത്തിക സഹായം തേടാനോ അവർ സ്വന്തമായി വാങ്ങിയ ഭൂമി കൊണ്ട് സാധിക്കാതെ വരികയാണ്. അവരുടെ ആധാരങ്ങൾക്കൊന്നും ഇപ്പോൾ കടലാസ് വിലയില്ലാതെയായി. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള ഒരു ഗ്രാമം മുഴുവൻ ഇപ്പോൾ വഖഫായി അവർ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. അതിലൊരു ക്ഷേത്രം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? നാളെ ഈ പ്രാകൃത നിയമം നിങ്ങളുടെ കിടപ്പാടങ്ങൾ തേടി വരില്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും? ഈ ഒരു പ്രാകൃത കാട്ട് നിയമത്തിന് ഒരു കടിഞ്ഞാണിടാനാണ് കേന്ദ്ര സർക്കാർ വഖഫ് ആക്ടിൽ ഭേദഗതി വരുത്താൻ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നത്. എന്നാൽ കേവലം വോട്ട് ബാങ്ക് എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തി പ്രതിപക്ഷം എതിർക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കൊടികുത്തിയ മുസ്ലിം രാജ്യങ്ങളായ ഇറാൻ, ഇറാഖ്, തുർക്കി, സിറിയ, ലിബിയ, ഖത്തർ എന്നിവിടങ്ങളിൽ പോലും ഇല്ലാത്ത ഈ നിയമം നമ്മുടെ ഭാരതത്തിൽ എങ്ങനെ വന്നു എന്നത് തീർത്തും അവിശ്വസനീയമാണ്. നെഹ്റു സർക്കാരിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നാളെ ഭാരതം മുഴുവൻ ഒരു ഇസ്ലാം രാഷ്ട്രമാകുന്നതിന് വളം വെച്ചു എന്ന് വേദനയോടെ പറയേണ്ടി വരും. മൻമോഹൻ സർക്കാരിന്റെ അവസാന കാലത്ത് ഡൽഹിയിലെ കണ്ണായ 123 ഭൂമികൾ കൂടി വഖഫിന് ദാനം കൊടുത്തത് ഈ ദുരന്തത്തിന് ആക്കം കൂട്ടി. അവസാനമായി പറയാനുള്ളത് ഒരു കാര്യം മാത്രം: മുസ്ലിം സഹോദരങ്ങളുടെ ഒരു വഖഫ് ഭൂമിയും മറ്റു സമുദായക്കാർക്ക് ആവശ്യമില്ല. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത് അനുസരിച്ച് ആധാരം ചെയ്ത് വർഷങ്ങളോളം സ്വന്തമായി കരമടച്ച ഒരു ഭൂമി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മുസ്ലിം നൂൽബന്ധം ചൂണ്ടിക്കാട്ടി വഖഫ് എന്ന പേരിൽ പിടിച്ചെടുക്കാൻ തുനിയുന്ന ഈ നിയമം അത് ഇന്ത്യ രാജ്യത്തിന് അപമാനമാണ്. ഇതുപോലെ പാവപ്പെട്ടവന്റെ ചോറിൽ മണ്ണുവാരിയിടുന്ന നിയമത്തിൽ മാറ്റം കൊണ്ടുവരിക തന്നെ വേണം. പാർലമെന്റിൽ BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ ജാതി ഭേദമന്യേ ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരനും സ്വാഗതം ചെയ്യുക തന്നെ വേണം.